നായകൾക്ക് പ്രത്യേക കഴിവുകളുണ്ട്. ഒരാൾ സഞ്ചരിച്ച വഴി ദിവസങ്ങൾക്ക് ശേഷം പോലും കണ്ടെത്തുവാൻ നായയ്ക്ക് കഴിയും. നായയ്ക്ക് അതിന്റെ ഉടമസ്ഥനെ ദൂരെ നിന്ന് തന്നെ മണത്ത് അറിയുവാൻ കഴിയും. മയക്കുമരുന്നും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തുവാൻ കഴിയും. ഇതിനൊക്കെ പുറമെ സ്നേഹം പ്രകടിപ്പിക്കുവാനും നായയ്ക്ക് കഴിയും. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ നായയ്ക്ക് മാത്രമാണോ ഇങ്ങനെ കഴിവുകളുള്ളത്? അതോ എല്ലാ മൃഗങ്ങൾക്കും പ്രത്യേക കഴിവുകളുണ്ടോ? പ്രത്യേക കഴിവുകളുള്ള മൃഗങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഒപ്പം അതിന്റെ പിന്നിലെ ശാസ്ത്രവും നോക്കാം. നായകൾക്ക് മണം പിടിച്ച് മനുഷ്യന് അസാധ്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന് പിന്നിലെ കാരണം നായയുടെ മൂക്കിൽ മണം തിരിച്ചറിയാനുള്ള 300 ദശലക്ഷം സെന്റുകൾ ഉണ്ട്. എന്നാൽ മനുഷ്യനിൽ ഇത് 6 ദശലക്ഷം മാത്രമാണ്. അതായത് മനുഷ്യന് വേർതിരിച്ചറിയുവാൻ കഴിയുന്ന ഗന്ധങ്ങളുടെ 6 ഇരട്ടി ഗന്ധങ്ങൾ നായയ്ക്ക് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അതേപോലെ നായകളുടെ തലച്ചോറിൽ ഗന്ധങ്ങൾ അനലൈസ് ചെയ്യാനുള്ള ഭാഗം മനുഷ്യന്റെ തലച്ചോറിലുള്ള ഇതേ ഭാഗത്തിന്റെ 40 ഇരട്ടി വലുപ്പത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് എപ്പോഴും കാലഹരണപ്പെട്ട കോശങ്ങൾ പൊഴിഞ്ഞു നിലത്ത് വീഴുന്നുണ്ട്. ഈ കോശങ്ങളുടെ മണം എടുത്ത് നായ്ക്കൾക്ക് ഓരോ വ്യക്തിക്കും ഓരോ ഐഡന്റിറ്റി നൽകുവാൻ കഴിയും. ഈ ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് ഒരാളെ കണ്ടെത്തുവാൻ അവർ ഉപയോഗിച്ചതോ തൊട്ടതോ ആയ ഏതെങ്കിലും വസ്തുവിൽ മണപ്പിച്ച ശേഷം അവർ സഞ്ചരിച്ച പാത കണ്ടെത്തുവാൻ നായകളെ ഉപയോഗിക്കുന്നത്. അതേപോലെ മണ്ണിടിച്ചിലുണ്ടാവുമ്പോഴും കെട്ടിടം തകർന്നു വീഴുമ്പോഴും മനുഷ്യൻ കുടുങ്ങിക്കിടക്കുന്ന ഭാഗവും നായയ്ക്ക് കണ്ടെത്തുവാൻ കഴിയും. കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആന അതിന്റെ ഓർമ്മശക്തി കൊണ്ട് വ്യത്യസ്തനാണ്. വളരെയധികം വികസിച്ച ഹിപ്പോ ക്യാമ്പസ് ആണ് ആനയ്ക്കുള്ളത്. ഓർമ്മശക്തി നൽകുന്ന തലച്ചോറിന്റെ ഭാഗമാണിത്. വെള്ളം കിട്ടുന്ന അരുവികളും നദികളും ദേശാടനം നടത്തുന്ന വഴികളും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആനകൾ മറക്കില്ല. മറ്റുള്ള ആനകളെയും മനുഷ്യരെയും ഇതുപോലെ ഓർത്തിരിക്കും. വേനൽക്കാലത്ത് ഈ അറിവുകൾ മറ്റുള്ള ആനക്കൂട്ടത്തിന് പകർന്നു നൽകുകയും ചെയ്യും. ആനയ്ക്ക് സാമൂഹികമായ ബന്ധവും വലുതാണ്. മറ്റുള്ള ആനകൾ ചത്തുപോകുമ്പോൾ അവ ദുഃഖിതരാകും. നാട്ടിൽ വളർത്തുന്ന ആനകൾ അവയുടെ പാപ്പാൻ അല്ലെങ്കിൽ ഉടമ മരിക്കുമ്പോഴും ഇതേപോലെ ദുഃഖം പ്രകടിപ്പിക്കും. ശബ്ദം കൊണ്ട് കാണുന്ന ഒരു ജീവിയാണ് ഡോൾഫിൻ. ഹൈ ഫ്രീക്വൻസിയുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതിലൂടെ അത് ചെന്ന് മുന്നിലുള്ള വസ്തുക്കളിൽ തട്ടുകയും അത് എക്കോവായി തിരിച്ചെത്തുന്നത് തിരിച്ചറിഞ്ഞ് അവയുമായുള്ള ദൂരം കണക്കാക്കുകയും അതിന്റെ ആകൃതിയും വലിപ്പവും മനസ്സിലാക്കുകയും അത് നീങ്ങുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഡോൾഫിന് ഇരുട്ടുള്ള സമയത്തും ചെളിയുള്ള വെള്ളത്തിലും ഇര പിടിക്കുവാൻ കഴിയും. മണലിനടിയിലുള്ളവയെ പോലും ഡോൾഫിന് ഈ പ്രതിധ്വനി കൊണ്ടുള്ള അല്ലെങ്കിൽ എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുവാൻ കഴിയും. രാത്രിയിൽ കണ്ണ് കാണത്തില്ലെങ്കിലും പറന്നു സഞ്ചരിക്കുന്ന പക്ഷിയാണ് വവ്വാലുകൾ. ഒരുതരം അൾട്രാസോണിക് ശബ്ദം പുറപ്പെടുവിച്ച് അതിന്റെ പ്രതിധ്വനി ശ്രദ്ധിച്ചാണ് വഴി കണ്ടെത്തുന്നത്. ചീവീടുകളുടെ ഒക്കെ ശബ്ദം മനുഷ്യർക്ക് കേൾക്കാമെങ്കിലും വവ്വാലുകളുടെ ഈ ശബ്ദം മനുഷ്യൻ കേട്ടിട്ടില്ല. കാരണം മനുഷ്യന്റെ ശ്രവണപരിധിക്ക് അപ്പുറമുള്ള ശബ്ദമാണിത്. ഇതുവഴി സഞ്ചരിക്കുന്ന പാതയിൽ മുന്നിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുകയും പറക്കുന്നതിനിടയിൽ തന്നെ പ്രാണികളെ പിടിച്ചു കഴിക്കുകയും ഒക്കെ ചെയ്യുവാൻ വവ്വാലുകൾക്ക് കഴിയും. വെളിച്ചത്തിന്റെ ഒരു തരി പോലും ഇല്ലാത്ത ഗുഹകളും പാറക്കെട്ടുകളും ഒക്കെയാണ് വവ്വാലുകളുടെ പ്രധാന വാസസ്ഥലം. വവ്വാലുകളുടെ തലച്ചോറിന് കേൾക്കുന്ന പ്രതിധ്വനികളെ മില്ലി സെക്കൻഡുകൾ കൊണ്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സ്വയം നിറം മാറാൻ കഴിവുള്ള സമുദ്രത്തിലെ ഒരു ജീവിയാണ് ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളി. നിറം മാത്രമല്ല, തൊലിയുടെ രൂപം അല്ലെങ്കിൽ ടെക്സ്ചർ തന്നെ മാറ്റുവാൻ ഇതിന് കഴിയും. അതിന്റെ തൊലികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്രോമാറ്റോഫോറസ് എന്ന പ്രത്യേക കോശങ്ങളാണ് ഇങ്ങനെ നിറം മാറുവാൻ സഹായിക്കുന്നത്. ഈ കോശങ്ങൾ വികസിപ്പിക്കുമ്പോഴും ചുരുക്കുമ്പോഴുമാണ് വ്യത്യസ്ത നിറങ്ങളിലേക്ക് ടെക്സ്ചറിലേക്കും അത് മാറുന്നത്. ഒക്ടോപ്പസിന്റെ പവിഴപ്പുറ്റു പോലെയായി മാറാനും പാറയുടെ രൂപത്തിലേക്ക് മാറാനും ഒക്കെ കഴിയും. നൃത്തം കൊണ്ട് ആശയവിനിമയം നടത്തുന്ന ജീവിയാണ് തേനീച്ചകൾ. അതിന് വാഗിൾ ഡാൻസ് എന്നാണ് പറയുന്നത്. അത് നൃത്തം ചവിട്ടുന്ന ആംഗിളിനനുസരിച്ചും ഡ്യൂറേഷൻ അനുസരിച്ചും അത് കൈമാറുന്ന അർത്ഥം അല്ലെങ്കിൽ ആശയം മാറിക്കൊണ്ടിരിക്കും. പൂക്കളിലേക്കുള്ള ദിശയും യാത്ര ചെയ്യാനുള്ള ദൂരവും ഒക്കെയാണ് ഇങ്ങനെ ആശയവിനിമയം നടത്തുക. തേനീച്ചകൾ അവയുടെ തേൻ ശേഖരിക്കാൻ നിർമ്മിക്കുന്ന ഷഡ്ഭുജ ആകൃതിയിലുള്ള കൂടുകൾക്ക് ഗണിതപരമായി നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഇടയിൽ ഏറ്റവും അധികം സ്റ്റോറേജ് കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗണിതാടിസ്ഥാനത്തിൽ പോലും കൂട് ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് തേനീച്ചകൾ. ചെറിയ ജീവിയാണെങ്കിൽ പോലും ഒരുമിച്ച് മുന്നേറുന്ന ജീവിയാണ് ഉറുമ്പുകൾ. ഒരു രാസപദാർത്ഥം പുറപ്പെടുവിച്ച് ആശയവിനിമയം നടത്തുന്ന ജീവിയാണ് ഈ ഉറുമ്പുകൾ. ഒരു ഉറുമ്പ് ഒരു ഭക്ഷണം കണ്ടെത്തിയാൽ അത് അതിന്റെ രാസപദാർത്ഥം പുറപ്പെടുവിച്ച് മറ്റുള്ള ഉറുമ്പുകളെ അതറിയിക്കും. ഉറുമ്പുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് സ്ഥിരമായ നേതാവ് ഇല്ല. ആർക്ക് വേണമെങ്കിലും നേതൃത്വം നൽകാം. അവർ സഞ്ചരിക്കുന്ന വഴിയിൽ തന്നെ ഈ നേതൃത്വം മാറിക്കൊണ്ടിരിക്കും. എല്ലാവർക്കും അവരുടെ സന്ദേശങ്ങൾ കൈമാറാനുള്ള ഒരേപോലുള്ള അവകാശമുണ്ട്. എല്ലാ ജീവികൾക്കും എടുത്തു പറയത്തക്കതായി ഒരു പ്രത്യേക കഴിവുണ്ട്. ജന്മനാ നേടുന്നതും പാരമ്പര്യമായി കൈമാറുന്നതുമാണ് ഈ കഴിവുകൾ. അത് മണം പിടിക്കുവാനായിരിക്കാം, രാത്രി കാഴ്ചയ്ക്കും ദൂരെ കാഴ്ചയ്ക്കുമായിരിക്കാം, ഓർത്തിരിക്കാനായിരിക്കാം, ആശയവിനിമയം നടത്തുവാനായിരിക്കാം. ഓരോ ജീവജാലങ്ങളും ഓരോ മേഖലകളിൽ സ്പെഷ്യലിസ്റ്റുകളാണ്.
മനുഷ്യർക്ക് പൊതുവായി ചില കഴിവുകളുണ്ട്. എന്നാൽ ഓരോ മനുഷ്യർക്കും അവരുടേതായ ചില കഴിവുകളുണ്ട്. ആരും തന്നെ മറ്റൊരാളെ പോലെ ആകുവാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടരുത്. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അത് മറ്റുള്ളവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലായിരിക്കാം. അത് കാര്യമാക്കേണ്ട. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് പ്രയോജനം നേടി തരുന്നുണ്ട് എങ്കിൽ അതിലും വലിയ കാര്യം മറ്റൊന്നില്ല. എല്ലാ ജീവജാലങ്ങളും അവരുടെ കഴിവുകൾ കൊണ്ട് ജീവിക്കുകയാണ്. നമുക്കായി സന്തോഷം സ്വയമായി കണ്ടെത്തി ജീവിച്ച് മുന്നേറാം.